പിന്നെ ഏറ്റവും സുന്ദരി ഞാനാണ്. അപ്പോൾ ഗൈസ് ഞാൻ ഇന്ന് പോകുന്നത് നമ്മുടെ വാഴ 2 മൂവി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പോളണ്ടിൽ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് തിയേറ്ററിൽ പോയിട്ട് ഒരു മൂവി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. കാരണം ആരും കൂടെ കാണാൻ ഇല്ല എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ മടിച്ചിരിക്കുന്ന സമയത്താണ് വേറെ 1-2 ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പം അവരും ഇങ്ങനെ പോകണോ വേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇരുന്നിട്ട് ഞങ്ങൾ ഫൈനലി ഡിസൈഡ് ചെയ്ത് എന്തായാലും പോയി കാണാം. കാരണം നല്ല റിവ്യൂ ഉണ്ടായിരുന്നു. ലൈക്ക് റിവ്യൂ നോക്കുന്ന സമയത്ത് 10 മിനിറ്റ് ഒരു ബസ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഹാഫ് ആൻ അവറിൽ സിനിമ തുടങ്ങും. എനിക്ക് അവിടെ കറക്റ്റ് സമയത്ത് എത്താൻ പറ്റില്ലെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് എന്നിരുന്നാലും പോയി നോക്കാം എന്താവുന്നതെന്ന്. നല്ല പീരിയഡ്സിൻ്റെ പെയിനൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്താണ് കേട്ടോ മൂവി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു റിയലൈസേഷൻ വന്നിട്ട് ഞാൻ ധൃതി പിടിച്ച് നമ്മുടെ മോളിൽ എത്തിയിരിക്കുകയാണ്. മോളിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. 7:40 ഫിലിം സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ദൂരെ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇരിക്കുന്നുണ്ടോ, കുറേ മലയാളി ഫ്രണ്ട്സിനെ കണ്ടിട്ടോ. ഞങ്ങളിതേ വാഴയ്ക്ക് വന്നിരിക്കുകയാണ് ഗൈസ്, 2 വാഴകളുമായിട്ട്. ഞാൻ ഫസ്റ്റ് ടൈം എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്, അതിന്റെ പേര്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. നമ്മുടെ കുറേ ഫ്രണ്ട്സിനെ കണ്ടു കേട്ടോ, കുറേ ആൾക്കാരെ മീറ്റ് ചെയ്ത് നല്ലൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു മൂവിക്ക് കയറുന്നതിന് മുമ്പ് എല്ലാ ആൾക്കാരെയും കണ്ടപ്പോൾ തന്നെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഒരു 10 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്ത് നിന്നു. ശേഷം എന്താ പറയുക, ഒരു 8:15 ആയപ്പോൾ വീണ്ടും പോയി മൂവി സ്റ്റാർട്ട് ചെയ്ത് കാണുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഞങ്ങളുടെ കയറാം എന്നുള്ള രീതിയിൽ ഓടിപ്പിടിച്ച് കയറണം. കാരണം ഓൾമോസ്റ്റ് എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കയറാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് ആ ഒരു റിയലൈസേഷൻ വന്നത്, അത് മൂവി സ്റ്റാർട്ട് ചെയ്തതല്ല, ഇറ്റ് വാസ് ജസ്റ്റ് എൻ അഡ്വർടൈസ്മെൻറ്റ് ഗൈസ്. യെസ്, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ സീറ്റൊക്കെ പിടിച്ചിട്ട് എല്ലാവരും പോപ്കോണും ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഒരു കൊതി കയറിയിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തില്ല ഗൈസ്, അത് വീണ്ടും ഒരു അഡ്വർടൈസ്മെൻറ്റ് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൊതി വന്നിട്ട് വീണ്ടും പോപ്കോൺ വാങ്ങിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അങ്ങനെ വാഴ മൂവി സ്റ്റാർട്ട് ചെയ്തു. എന്താ പറയുക, കുറേ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ചൈൽഡ്ഹുഡ്, സ്കൂൾ ലൈഫും ഫസ്റ്റ് ഹാഫ് വാസ് എന്താ പറയുക, കുറേ നല്ല കോമഡി ഒരു ഫസ്റ്റ് ഹാഫ് തന്നെയായിരുന്നു. ശേഷം ഞങ്ങളുടെ ഇൻ്റർവെൽ സമയത്ത് ഒന്ന് വാഷ്റൂമിൽ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് വന്നതാണ്. എല്ലാ കൂട്ടത്തിലും കാണുമല്ലോ ഇത്രയും ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടും അല്ലെങ്കിൽ എന്താണെന്നറിയില്ല, കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് നടക്കുന്ന ഒരു കുരിപ്പ്, അങ്ങനത്തെ ഉള്ളൊരു മുതലാണ് കേട്ടോ ആ മഞ്ഞയും വെള്ളയും ഇട്ടിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, അങ്ങനെ സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. സെക്കൻഡ് ഹാഫിൻ്റെ അവസ്ഥ ഈ ഒരു അവസ്ഥ തന്നെയായിരുന്നു. ഇപ്പോൾ എനിക്ക് കാണുമ്പോൾ അത് ചിരി വരുന്നുണ്ടെങ്കിലും ബട്ട് ഇറ്റ് വാസ് എ ഹാർഷ് റിയാലിറ്റി. സെക്കൻഡ് ഹാഫ് നല്ല ഇമോഷണൽ തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ റിവ്യൂ എങ്ങനെയുണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ടായിരുന്നു വാഴ മൂവി? സെറ്റ് മൂവി അല്ലേ? സെറ്റായിരുന്നു ഗൈസ്, സെറ്റായിരുന്നു. ഗൗരി എങ്ങനെയുണ്ടായിരുന്നു വാഴ? എങ്ങനെയുണ്ടായിരുന്നു പറ, എങ്ങനെയുണ്ടായിരുന്നു വാഴ? ഇമോഷണൽ ആയിരുന്നു. ആണോ? നല്ലായിരുന്നു. പേഴ്സണലി കണക്ട് ആയിട്ട് താങ്കൾക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു ആരായിട്ടാണ് താങ്കൾക്ക് തോന്നുന്നത്? വിനായകൻ ഇഷ്ടപ്പെട്ടു. പിന്നെ വേറെ ആരും? അലന്റെ അഭിനയത്തെ പറ്റി എന്താണ് താങ്കൾക്ക് പറയുന്നത്? പിന്നെ മറ്റേ പേര് ദുബായ് അജിനാണ് എന്റെ ക്രഷ്. സോ അജിനെ പറ്റി ബോണ്ട് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അച്ഛന്മാരിൽ ഏത് അച്ഛനെ ഇഷ്ടപ്പെട്ട? ഒബ്വിയസ്ലി മറ്റേ അച്ഛൻ ബിജുക്കുട്ടന്റെ അഭിനയം എങ്ങനെയുണ്ടായിരുന്നു? ബിജുക്കുട്ടന്റെ അഭിനയത്തിനെ പറ്റി 2 വാക്ക് സംസാരിക്കും. അവരുടെ ഒരു അച്ഛൻ മകൻ ബോണ്ട്. ശരി ഗൈസ്, ഞങ്ങൾ പോവാണ്. അങ്ങനെ യൂണിവേഴ്സിറ്റി രാത്രി എത്തിയിട്ട് ഞാൻ നടന്ന് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഗൈസ്, ഞാൻ വാഴ 2 നമ്മുടെ പോളണ്ടിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോളണ്ടിൽ വന്നിട്ട് തിയേറ്ററിൽ പോയിട്ട് ഫിലിം കാണണേ. സോ ഫസ്റ്റ് കാണുന്ന മൂവി വാഴ 2 ആണ്. ബട്ട് അതിലൊരു റിഗ്രറ്റും ഇല്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെടും. കാരണം ഞാനൊരു പ്രവാസി ആയതുകൊണ്ട് ഈ കുറേ കാര്യങ്ങൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. സോ സെക്കൻഡ് ഹാഫ് ഭയങ്കര ഇമോഷണലായിരുന്നു. ഞങ്ങളെല്ലാവരും നല്ല കൂട്ടക്കരച്ചിലായിരുന്നു. എന്താണെന്ന് എനിക്കറിയില്ല. നല്ല നമ്മൾ ഫാമിലി വിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കുറേ കാര്യങ്ങൾ നല്ല റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. സ്പോയിലർ അലേർട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളും പോയി കാണുക ഗൈസ്. നല്ലൊരു മൂവി തന്നെയാണ്.
നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും. നിങ്ങൾ വാഴ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ഇടൂ. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. Until next time we meet. Bye.